നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ മനുഷ്യരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്തെങ്കിലും കുറവുകളുമായിട്ടായിരിക്കും ജനിക്കുക. ഒന്നില്ലെങ്കിൽ മാനസികമായിരിക്കും, അല്ലെങ്കിൽ ശാരീരികമായിരിക്കും. എന്നാൽ ഇക്കാലത്തും ഇത്തരം കുറവുകളെ പറ്റി പറഞ്ഞ് കളിയാക്കുന്നതും അതും കുഞ്ഞുങ്ങൾ ഈ ലോകത്തുണ്ടോ? നെഞ്ചുപിടയുന്ന കരളലിയിപ്പിക്കുന്ന ഒരു കുഞ്ഞിന്റെ കണ്ണുനീരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വേഗത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു 9 വയസ്സുകാരൻ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അതും തൻ്റെ അമ്മയോട്, എന്നെ ഒന്ന് കൊന്നു തരാമോ? ഹൃദയത്തിലേക്ക് കത്തി കുത്തിയിറക്കാനാണ് തോന്നുന്നത്. ഒരു കയർത്ത ഞാൻ ജീവിതം അവസാനിപ്പിക്കാം. ലോകം മുഴുവൻ തേങ്ങുകയാണ് ഇവൻ അനുഭവിച്ച അപമാനമോർത്ത്. അമ്മയ്ക്ക് മുന്നിൽ ഏങ്ങിക്കരഞ്ഞുകൊണ്ടാണ് ഭിന്നശേഷിയുള്ള ഈ 9 വയസ്സുകാരൻ ക്വാഡൻ ബെയിൽസിന്റെ വാക്കുകൾ ലോകം തന്നെ ഏറ്റെടുത്തിരിക്കുന്നത്. ഉയരം കുറവായതിന്റെ പേരിൽ സ്കൂളിലെ കുട്ടികൾ അപമാനിച്ചതിനെ പറ്റിയാണ് ഈ അമ്മയും മകൻ ലോകത്തോട് സങ്കടപ്പെടുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഈ വീഡിയോ കാണുന്നവരുടെ ഹൃദയം മുറിക്കുന്നതാണ്. മകനെ സ്കൂളിൽ നിന്നും വിളിക്കാൻ ചെന്നപ്പോഴാണ് കൂട്ടുകാർ അവനെ കളിയാക്കുന്നത് കാണുന്നത്. ഉയരം കുറവായതിന്റെ പേരിൽ നിരന്തരം പരിഹാസത്തിന് ഇരയാവുകയായിരുന്നു കുട്ടി. അമ്മയെ കണ്ടതും അവൻ കരഞ്ഞുകൊണ്ട് ഓടി കാറിൽ കയറി. പിന്നീട് അമ്മയോട് ഈ അപമാനങ്ങളും സങ്കടങ്ങളും തുറന്നു പറഞ്ഞ് അവൻ പൊട്ടിക്കരഞ്ഞു. ഈ കണ്ണീർ ഫേസ്ബുക്ക് ലൈവിലൂടെ അമ്മ പങ്കുവയ്ക്കുകയുണ്ടായി. പരിഹാസവും അധിക്ഷേപങ്ങളും കുട്ടികൾക്ക് എത്ര വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് ഈ വീഡിയോ തെളിയിക്കുകയാണ്. വീഡിയോ വൈറലായതോടെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഈ അമ്മയ്ക്കും മകനും പിന്തുണ ഏറി വരികയാണ്. വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട ഹോളിവുഡ് നടൻ ഹ്യൂ ജാക്ക്മാൻ അടക്കമുള്ളവർ ക്വാഡന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഹ്യൂ ജാക്ക്മാൻ തന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് തന്റെ പ്രതികരണം അറിയിച്ചത്. തന്നെ അമേരിക്കൻ കൊമേഡിയനായ ബ്രാഡ് വില്യംസ് ക്വാഡന് വേണ്ടി സമാഹരിച്ചത് $25 ലക്ഷം ആണ്. ഈ പണം കൊണ്ട് ക്വാഡനെയും അമ്മയെയും കാലിഫോർണിയയിലെ ഡിസ്നിലാൻഡിലേക്ക് അയക്കുമെന്ന് ബ്രാഡ് വ്യക്തമാക്കി. ഓസ്ട്രേലിയയുടെ ദേശീയ റഗ്ബി താരങ്ങളും ക്വാഡനൊപ്പം വന്ന് വെളിപ്പെടുത്തുകയുണ്ടായി. NRL ഓൾ സ്റ്റാർസ് മാച്ചിൽ ടീമിനെ ഫീൽഡിലേക്ക് നയിക്കുന്നതിനായി ക്വാഡനെ അവർ ക്ഷണിക്കുകയും ചെയ്തു. ക്വാഡന്റെ അമ്മ യരാഖ ബെയിൽസ് പങ്കുവച്ച വീഡിയോ ലോകമെമ്പാടും വലിയ ചർച്ചയായി മാറി. ദേശീയ റഗ്ബി താരങ്ങളും ക്വാഡനൊപ്പം വന്ന് വെളിപ്പെടുത്തുകയുണ്ടായി. NRL ഓൾ സ്റ്റാർസ് മാച്ചിൽ ടീമിനെ ഫീൽഡിലേക്ക് നയിക്കുന്നതിനായി ക്വാഡനെ അവർ ക്ഷണിക്കുകയും ചെയ്തു. ക്വാഡന്റെ അമ്മ യരാഖ ബെയിൽസ് പങ്കുവച്ച വീഡിയോ ലോകമെമ്പാടും വലിയ ചർച്ചയായി മാറി. മോനെ, നിന്നെ പോലെ ഞാനും കരഞ്ഞിട്ടുണ്ട്. കുഞ്ഞിനോട് ഗിന്നസ് ബക്രു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് ഒത്തിരിയേറെ പേർ ഏറ്റെടുക്കുകയുണ്ടായി. മോനെ, നിന്നെ പോലെ ഈ ഏട്ടനും ഒരിക്കൽ കരഞ്ഞിട്ടുണ്ട്. ആ കണ്ണീരാണ് പിന്നീടുള്ള യാത്രയ്ക്ക് ഇന്ധനമായത്. നീ കരയുമ്പോൾ നിന്റെ അമ്മ തോൽക്കും. ഈ വരികൾ ഓർമ്മ വച്ചോളൂ. ഊതിയാൽ അണയില്ല ഉലയിലെത്തി, ഉള്ളാകെയാളുന്നു ഉയിരിലെത്തി. ഇളയരാജയുടെ വരികളാണിത്. ഇത്തരത്തിൽ വേദനിക്കുന്നവർക്കായി തന്നെ ഈ കുറിപ്പ് അദ്ദേഹം കുറിക്കുകയുണ്ടായി. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല. ചിലപ്പോൾ ഇത് മാത്രമായിരിക്കാം ഇത്രയേറെ ശ്രദ്ധ നേടിയത്. ഇതുപോലെ ഒത്തിരിയേറെ പേർ ഇത്തരത്തിൽ കളിയാക്കലുകൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നുണ്ടാവാം. ഒന്നും